നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞു വന്നൊരു ഫാമിലിയാണിത്. മകളും ഭർത്താവും സുഹൃത്തും കൂടിയാണ് വന്നിട്ടുള്ളത്. ഡേ 4 നമ്മൾ റീഓപ്പൺ ചെയ്തിട്ട് 4ാമത്തെ ദിവസം. ഇവര് കുറെ ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് നിന്ന സംഭവമാണ് അത്ര പോത്തുംകാല്. ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനോടും കുഞ്ഞിനോടൊത്ത് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും 12 മണിയോട് കൂടിയിട്ട് കാലിയായിട്ടുണ്ടായിരുന്നു. പെരളശ്ശേരിയിൽ നിന്ന് ഇത്രയും ദൂരം നമ്മളെ തേടി വന്നവരെ വെറും കൈയോട് വിടാൻ പാടില്ലല്ലോ. പൂട്ടിയ ലീലബാന് തുറപ്പിച്ചിട്ട് അവരുടെ സ്പെഷ്യൽ വാങ്ങിച്ചിട്ട് അങ്ങ് കൊടുത്തു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം നമ്മളോടൊപ്പം ആഘോഷിക്കാൻ അവരെടുത്ത് തീരുമാനമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നതെങ്കിലും ഈ മുഖങ്ങൾ ഇനി ഒരിക്കലും ഞാൻ മറക്കില്ല. നമ്മുടെ സ്റ്റാഫിന് ഓരോരുത്തർക്കും മധുരം നൽകിയാണ് അവര് ആഘോഷിച്ചത്. അവരോട് നാളെ വരണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. കാരണം അവരെ പോത്തുംകാല് കഴിപ്പിച്ചിട്ടേ നമുക്ക് ഇനി ഒരു സമാധാനമുള്ളൂ. ഇന്നത്തെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഹോൾസെയിൽ പോയിന്റിലേക്ക് വന്നിട്ടുള്ളത്. ബൂസ്റ്റ്, ഹോർലിക്സ്, ബദാം മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാർസൽ കവറും, പിന്നെ നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന ചാർക്കോളൊക്കെ വാങ്ങിച്ച് നേരെ ഷോപ്പിലേക്ക് പോയി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഷെഫിനെ പരിചയപ്പെടുത്താന്ന്. ഇതാണ് നമ്മുടെ ഷെഫ്, നമ്മുടെ ഷോപ്പിന്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിന്റെ രുചിക്കൂട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ ഒരു ഊർജ്ജമായിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കഴിഞ്ഞു. അവസാനം കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബിരിയാണി കൂടി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ലഗോൺ ബിരിയാണിയാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്, അതും വാഴയിലയില്. നല്ല വാഴയിലയിൽ വിളമ്പുന്ന ലഗോൺ ബിരിയാണി ഹാഫിന് 120ഉം ഫുള്ളിന് 160ഉമാണ് റേറ്റ് വരുന്നത്. ഇന്നത്തെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പഴയ കച്ചവടം വെറും 3 ദിവസം കൊണ്ട് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഈ റോഡിന്റെ 2 സൈഡും വണ്ടി നിർത്താൻ പറ്റുന്നതാണ്. പുലർച്ചെ 3 മണിക്കാണ് സാധാരണ നമ്മൾ ഷോപ്പ് അടക്കാറ്. പക്ഷെ ഇന്ന് 12 മണിയാകുമ്പോഴേക്കും ഭക്ഷണം എല്ലാം കാലിയായിരുന്നു. എല്ലാം കാലിയായി നിൽക്കുന്ന സമയത്താണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലി വന്നിട്ടുള്ളത്. അവർക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടില്ല എങ്കിലും അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കഴിച്ച് തൃപ്തിയായി മടങ്ങി. നാളെ വരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് അവർ തിരിച്ചു മടങ്ങിയത്. ഭക്ഷണം എന്തായാലും കഴിഞ്ഞു. ഇനി ഷോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വേഗം ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഇതുപോലെ ഷോപ്പ് മുഴുവനായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടക്കാറുള്ളൂ. ഒട്ടുമിക്ക ഹോട്ടലുകളും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മെല്ലെ ഷട്ടർ ഇടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ 2:30 മണിയായി. അപ്പോഴേക്ക് ഇതാ വീണ്ടും ആൾക്കാർ വരാൻ തുടങ്ങി. അവരെയൊക്കെ മടക്കി അയക്കേണ്ടി വന്നു. ഇനി അടുത്ത ദിവസം ഇതിലും കൂടുതൽ ഭക്ഷണം കരുതണം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് 1000 നന്ദി. ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ നമ്മുടെ സർവീസിന് ഇന്നും ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം.